അച്ഛന് ഈ റൈസാണോ ഇഷ്ടം അതോ വൈറ്റ് റൈസാണോ ഇഷ്ടം? എനിക്ക് ബ്രൗൺ തന്നെ, ബ്രൗൺ റൈസ് തന്നെ. ഇപ്പോൾ അച്ഛൻ്റെ പ്രായത്തിലുള്ളവരായാലും അതിലും ഇപ്പം നമ്മുടെ കാരണന്മാർക്കായാലും എല്ലാവർക്കും ഈ ബ്രൗൺ റൈസ് തന്നെ ഇഷ്ടമുണ്ടാവുള്ളൂ, വൈറ്റ് റൈസ് കേരളത്തിലുള്ളവർക്ക് കേട്ടോ. ഞാൻ സ്കൂളിൽ പോയപ്പോൾ കുട്ടികളൊന്നും ഇന്ത്യക്കാരായാലും ഇങ്ങനത്തെ റൈസൊന്നും കണ്ടിട്ടില്ല. അവർക്ക് എല്ലാവരും മറ്റേ വൈറ്റ് റൈസ് അറിയുള്ളൂ. അപ്പം ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ കാര്യം എന്താ ഇത്രയും ഫാറ്റ്? ഇപ്പോൾ അത് പോട്ടെ, ഈ റൈസ് എങ്ങനെ ഉണ്ടാവണം, ഈ നമ്മൾ ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിടുത്തുണ്ടോ? അച്ഛനൊക്കെ ചെറുപ്പത്തിലെ ഈ റൈസ്, അതായത് ഈ നമ്മുടെ പാടത്ത് പോയി വിതയ്ക്കണത് തൊട്ട് ഈ ചോറായി വരുന്നത് വരെയുള്ള സംഭവങ്ങളിൽ ഇൻവോൾവ് ആണ്. കാരണം വിതയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് വിതയ്ക്കില്ലേ നമ്മൾ പാടത്ത്. അപ്പം അന്ന് ആ സമയത്തൊക്കെ നമ്മൾ പാടത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പാടത്തേക്കൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞിയൊക്കെ കൊണ്ടുകൊടുക്കാം പാടത്ത്. പണിക്ക് പോകുന്നവർക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പോവും, പിന്നെ ചായ കൊണ്ടു കൊടുക്കാൻ പോവും. പോണ വഴിക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ വെല്ലിശനൊക്കെ മുന്നേ പോകാറ്, പിന്നെ ഞങ്ങളും സ്കൂളിലേക്ക് പോണ വഴിക്ക് കൊണ്ടുകൊടുത്തിട്ട് പോകാറ്. പിന്നെ വീക്കെൻഡിൽ ചായയും ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകാറുണ്ട്. പിന്നെ പണിക്കാർക്ക് പിന്നെ കൊയ്യുമ്പോൾ കറ്റ ചോക്കാറുണ്ട്. ജാനിച്ചമ്മാമ്മ ഉണ്ടാവും നമ്മളെ ഇത് കൊയ്യാനായിട്ട്. അപ്പോൾ ജാനിച്ചമ്മാമ്മ എൻ്റെയും പ്രവീണിൻ്റെ തലയിലൊക്കെ ഓരോന്ന് വെച്ചത് കൊണ്ടുപോകും. അപ്പോൾ അത്യാവശ്യം നടക്കാണ്ട് പാടത്തുനിന്ന് ഇവിടേക്ക് നമ്മൾ പുത്തുനോട് കഴിഞ്ഞിട്ടുള്ള ഭാഗമല്ലടി. പുത്തുനോട് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോകണം, എറണപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പോയിട്ട് അവിടെയാണ് നമ്മുടെ പാടം. അവിടെ നിന്ന് കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ വാസുവേട്ടുണ്ട് നമ്മുടെ തേലപ്പള്ളിയിൽ, ആളെ കാളവണ്ടിയിലാണ് കൊണ്ടുവരാം കറ്റ. നമ്മുടെ തറവാടി എനിക്ക് ഓർമ്മയുണ്ട്. അത് നല്ല ഹൈറ്റിലൊക്കെ പോകും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനും പ്രവീൺ കെടുക്കാറുണ്ട്. കിടന്നിട്ട് ഇവിടെ വരുവാണ്ട് കറ്റ എറിഞ്ഞു കൊടുക്കാറ്. നല്ല ഇൻട്രസ്റ്റ്. വേറെ ആൾക്കാരുണ്ടാവും പണിക്കൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ കറ്റ എറിഞ്ഞു കൊടുക്കും. പിന്നെ അത് വൈക്കോൽ ഉണക്കാനായിട്ട് തുറുവിൻ്റെ മുകളിൽ കയറും. അത് കഴിഞ്ഞ് അവിടെ എല്ലാവരും കൂടി, അവിടെ പെണ്ണുങ്ങളാണുള്ളത്, നെല്ല് പുഴുങ്ങി കഴിഞ്ഞിട്ട് നെല്ല് കുത്തിക്കാനായിട്ട് കൊണ്ടുപോകും, ഹെൽപ്പ് ചെയ്യും ഒക്കെ. കുറേ കാര്യങ്ങളും വന്നിട്ട് അരിയായി വരും, എന്നിട്ട് തിന്നാറ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇൻവോൾവ്. നിങ്ങൾക്ക് അതിന് വല്ലതും കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൃഷി ചെയ്യുന്നവരെയും ഇതൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ ബഹുമാനിക്കണം. കാരണം അവരില്ലെങ്കിൽ നമ്മളെ മേശപ്പുറത്തേക്ക് ഈ അരിയും ചോറും ഇതൊന്നും എത്തില്ല. ഓക്കെ.